നമസ്കാരം. അതെ, ഇങ്ങനൊരു വീഡിയോ ഒരുപാട് കാലം കൊണ്ട് വിചാരിക്കുന്നതാണ് ചെയ്യണമെന്നുള്ളത്. അതായത് നമ്മളിപ്പം ഹൈജീനിക്കിൻ്റെ ഭാഗമായിട്ട് ഈ റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ കാറ്ററിംഗ് സർവീസുകളിലും അങ്ങനെയുള്ള ഫുഡ് സർവീസ് ചെയ്യുന്ന ഓരോ സ്ഥാപനങ്ങളിലും അവരുപയോഗിക്കുന്ന ഒരു പോളിത്തീൻ ഗ്ലൗസ് ഉണ്ട്, പ്ലാസ്റ്റിക് ഗ്ലൗസ്. ഈ ഗ്ലൗസ് ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് വൃത്തിയുടെ ഭാഗമായിട്ട് മറ്റുള്ളവരെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഗ്ലൗസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഡയറക്റ്റ് പറ്റാതെ നമ്മൾ മറ്റ് ഫുഡുകൾ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്ലൗസ് ഉപയോഗിക്കുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊന്നും ഒരുപാട് പഴക്കമില്ലാത്തൊരു ശീലമാണ് ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ഫുഡ് സെർവ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ഫുഡ് സെർവ് ചെയ്യുന്ന ഈ ഗ്ലൗസുകൾ ഉപയോഗിച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? എന്നാൽ ഇത് പലരും ഉപയോഗിക്കുന്നത് മറ്റൊരു ചിന്തയിലാണ്. അവരുടെ കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സേഫ്റ്റി ഗ്ലൗസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫുഡ് എടുക്കുമ്പോഴത്തേക്ക് കറി പറ്റുകയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്ലൗസ് ആയിട്ടാണ് അതിനെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ഫുഡ് കൊടുക്കുകയും ചെയ്യും. അതേ ആ ഗ്ലൗസ് ഉപയോഗിച്ച് നമ്മൾ പാത്രം എടുത്ത് കൊടുക്കുകയും അതുപോലെ തന്നെ അവിടെ ടേബിൾ പോലും ക്ലീൻ ചെയ്യുന്നത് ഈ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ്. അതിന് ശേഷം അടുത്ത് ഈ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും അടുത്ത ആളിന് ഫുഡ് എടുത്ത് കൊടുക്കുന്നത്. ഈ അതേ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ചിലപ്പോൾ ആൾ പരിമിതി കാരണമായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഊരി മാറ്റാനുള്ള മടി കാരണമായിരിക്കാം, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഇങ്ങനെയൊക്കെയാണ് ഗ്ലൗസ് ഉപയോഗിച്ച് വൃത്തി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും എത്രയോ ഭേദമാണ് നമ്മളെ കൈകൊണ്ട് ഡയറക്റ്റ് മുൻകാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പോലെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ, ഈ സെർവ് ചെയ്യുന്ന ആളുടെ കയ്യിൽ അഴുക്ക് പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവർ എന്തും ചെയ്യാൻ തയ്യാറാണ് ആ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട്. പക്ഷേ ഇവർ നേരിട്ടാണെന്നുണ്ടെങ്കിൽ ഇവരെ കയ്യിൽ അഴുക്ക് പറ്റുകയോ അല്ലെന്നുണ്ടെങ്കിൽ കറി പറ്റുമോ അല്ലെങ്കിൽ പല രീതിയിലും ഇവർ പലവട്ടം പോയി കൈ കഴുകാറുണ്ട്. പക്ഷേ ഈ ഗ്ലൗസ് ഇട്ടതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അവർ കൈയും കഴുകുന്നില്ല, അതുപോലെ തന്നെ ഗ്ലൗസും ചേഞ്ച് ചെയ്യാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എത്രയോ ഭേദമാണ് നമ്മുടെ കൈ, അല്ലേ? ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ ഒന്നിൽ കാണാത്തതുപോലെ തിരിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ പ്രതികരിക്കേണ്ടതായിട്ട് വരും. ഇത് മനസ്സിലാക്കാൻ ഫുഡ് സെർവ് ചെയ്യുന്ന ആളിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.